നിങ്ങളെ വിളിപ്പിക്കാൻ വേണ്ടി തുടങ്ങിയതാണോ റിപ്പോർട്ടർ TV എന്നുള്ളതല്ലേ? എന്നെ സംബന്ധിച്ച് ഏറ്റവും എളുപ്പമുള്ള പണിയാണത്. നമ്പർ 1 ആയ കേരളത്തിൽ ഒരു ചാനൽ വെച്ചിട്ട് പ്രതിപക്ഷത്തെ സൂചിപ്പിച്ച് സർക്കാരിനെ സൂചിപ്പിച്ച് ഒരു 10-25 MP-മാരും 20 മന്ത്രിമാരും അത് വെച്ചിട്ട് കേസൊക്കെ ഒഴിവാക്കി ഹാപ്പിയായിട്ട് മുന്നോട്ട് പോകാം. വല്ല ബുദ്ധിമുട്ടുണ്ടോ? കേരളത്തിലൊരു പ്രധാനപ്പെട്ട മന്ത്രി റിപ്പോർട്ടർ TVയെ കുറിച്ച് പറഞ്ഞത്, റിപ്പോർട്ടർ TV കാണുന്ന സമയത്ത് VPയുടെ ഗുളിക എടുത്ത് കയ്യിൽ വെക്കണം. കേരളത്തിന്റെ മാധ്യമ ചരിത്രം എന്ന് പറയുന്നത് ആന്റി ഗവൺമെന്റ് ആയിരുന്നു. റിപ്പോർട്ടർ TV വരുന്നത് വരെ കേരളത്തിലെ ഭരണ പ്രതിപക്ഷ അതായത് സാമുദായിക നേതാക്കന്മാർ വരെ റിപ്പോർട്ടർ TVയുടെ മൈക്ക് കാണുമ്പോൾ ദേഷ്യപ്പെടുന്നത് കണ്ടിട്ടുണ്ടാവാം. കേരളത്തിലെ പ്രധാനപ്പെട്ട പ്രമുഖരെ പത്രപ്രവർത്തകരൊന്നും ജേർണലിസം പഠിച്ചിട്ടില്ല. ഞാൻ മുമ്പ് മാധ്യമപ്രവർത്തനം നടത്തിയിട്ടില്ല എന്നുള്ളത് മാത്രമേ പ്രശ്നമുള്ളൂ. എനിക്ക് മാധ്യമപ്രവർത്തനം അറിയില്ല എന്ന് പറയാൻ വഴിയില്ല. മാധ്യമങ്ങളുടെ കൂട്ടത്തിലെ പ്രതിപക്ഷമാണ് റിപ്പോർട്ടർ എന്നാണ് 100%. നിങ്ങൾ കേരളത്തിലെ ഏതെങ്കിലും വലിയ മുതലാളിമാരുടെ വാർത്ത മറ്റുള്ള സ്ഥാപനങ്ങളിൽ പോകുന്നത് കണ്ടിട്ടുണ്ടോ? വാർത്ത ഇല്ലാത്തതുകൊണ്ടാണോ? അല്ല, വാർത്ത പോവില്ല. റിപ്പോർട്ടർ TVയിൽ അങ്ങനെ ഒരെണ്ണം കാണിച്ചു തരാൻ പറ്റുമോ? ഒരെണ്ണം. അരുൺകുമാറിനെ പോലുള്ള ആളുകൾ ഒരുപക്ഷെ താങ്കൾക്കെതിരെ വാർത്ത വായിച്ച ഒരാളായിരിക്കും. വാർത്ത കാരണം അത് എനിക്കെന്താ അതിൻ്റെ എക്സെപ്ഷൻ എന്താ? അയ്യോ, എനിക്കെതിരെ വാർത്ത വരാൻ പാടില്ല എന്നുള്ളൊരു സംവിധാനം ഉണ്ടോ? ഞാൻ ഈ മാപ്ര വിളീനെ ഒട്ടും അംഗീകരിക്കാത്ത ഒരാളാണ് കേട്ടോ. കാരണം അദ്ദേഹം ചെയ്യുന്ന അദ്ദേഹത്തിന് ജോലിയാണ്. ഈ ജോലിയുടെ 75% സാമൂഹ്യ ക്ഷേമത്തിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നതെന്ന് ഓർക്കണം. കേരളത്തിൽ ഒരു ജോലിക്കും 75% സമൂഹത്തിന് വേണ്ടി മാറ്റിവെക്കുന്ന ഒരു ജോലിയാണ് മാധ്യമപ്രവർത്തനം എന്ന് പറയുന്നത്. അവരെയാണ് നമ്മൾ മാപ്രകൾ എന്ന് വിളിക്കുന്നത്. ഈ മാപ്ര വിളിക്കുന്നവർക്ക് ഓരോരുത്തർക്കും അജണ്ടയുണ്ട്. അനീതിയാൽ വേട്ടയാടപ്പെടുന്ന തെരുവിൽ നിസ്സഹായനായി നിൽക്കുന്ന ഒരാൾക്ക് റിപ്പോർട്ടർ കൈ കൊടുക്കും. റിപ്പോർട്ടറിന്റെ എന്ത് സംവിധാനം ഉപയോഗിച്ചിട്ടാണോ അവനെ സഹായിക്കാൻ പറ്റുന്നത് ആ സഹായം മുഴുവൻ ചെയ്യും.